മധുവിന് UK പോവാൻ ഒരു വിസ വന്നിട്ടുണ്ട് അമ്മ. അപ്പൊ അതിന് കുറച്ച് പൈസയുടെ. ഓ അതാണ് രണ്ടുപേരും ഈ ചെരുപ്പം കൊണ്ട് സോപ്പിടാൻ വന്നല്ലേ? കാര്യം എനിക്ക് പിടികിട്ടി. അയ്യ ചെരുപ്പും എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയണേ? ഭയങ്കര മോശമായി പോയി. അതെ, ചെരുപ്പും പൈസയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അമ്മ ചെരുപ്പിടാണ്ട് നടക്കുന്നത് കൊണ്ട് പുതിയ ചെരുപ്പ് അവിടെ 2-3 ഉള്ളത് കൊണ്ട് ഒന്ന് എടുത്തോന്ന് നമ്മൾ വിചാരിച്ചു. വിചാരിക്കാണ്ട് അവിടെ ഇരുന്നോ. എനിക്ക് നിങ്ങളുടെ ചെരുപ്പം വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ ചെരുപ്പുണ്ടാക്കാൻ വന്നിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ, ഇത് വളഞ്ഞ ബുദ്ധിയാ. ഈ വേണ്ടാതിനൊന്നും പോണ്ടെന്നാവുന്ന പറഞ്ഞല്ലേ, കേട്ടില്ലല്ലോ? അമ്മയും മോളും കൂടെ എന്നെ കൂടെ പിടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളെ പാട് നോക്കി ഞാൻ ആ പാട് നോക്കിയപ്പോ അതുകൊണ്ടാണ് നാണം കെട്ടത്. ഇപ്പൊ ആ ഇച്ചിരിയുടെ നല്ല ബുദ്ധി തരണമെന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലേടി, അച്ഛൻ പോയി, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ ഇവളോട് പറഞ്ഞതല്ലേ ഇതുകൊണ്ട് ഈ പണിക്ക് ഇറങ്ങരുത്, ഇത് അമ്മയുടെ അടുക്കൽ ഈ പണി നടക്കത്തില്ല, അമ്മ ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞതല്ലേ? ഇവള് കേട്ടില്ലല്ലോ. ഞങ്ങൾ സീരിയസ് ആയിട്ടാ നല്ല ചെരുപ്പൊക്കെയാ കൊടുത്ത അച്ഛമ്മക്ക്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? എന്റെ ചെരുപ്പ് വരെ ഞാൻ കൊടുത്തില്ലേ? എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? പൈസ തന്നിട്ടില്ലെങ്കിൽ ചെരുപ്പ് എന്തായാലും കൊടുക്കും. ചെരുപ്പില്ലാന്ന് പറഞ്ഞാൽ കൊടുക്കും, ഉണ്ടെങ്കിൽ അധികം ഉണ്ടെങ്കിൽ. അതെ, അതെന്റെ അമ്മേന്റെ സന്മനസ്സോണ്ടാ. അച്ഛൻ ദിന വെറുതെ അപ്പോ മനസ്സ് നീ ഇങ്ങനെ ടെൻഷൻ ആവല്ല, എന്തെങ്കിലും വഴി നോക്കാം, മിണ്ടാതിരിക്കും. അമ്മ ശരിയാക്കി തരൂലേ? നാളെ അല്ലേ ഇടക്കണ്ടത്, നോക്കാം. അവളൊരു ഷോയും കുറെ അഹങ്കാരമൊക്കെ, ഇതൊരു കഷ്ടം. എടാ നല്ല പണി കൊടുത്തോലാടാ. പണി കൊടുക്കാല്ലേ? എനിക്ക് അവളോട് വയലാകിയൊന്നും ഇല്ല. പിന്നെ രാവിലെ ഈ സീ മൊത്തം ഉണ്ട് അവള് കാരണമാണ്. പിന്നെ അല്ലാതെ അവള് തന്നെ കാരണം. അപ്പൊ വേണമെങ്കിൽ ഒരു പണി കൊടുക്കാടി. പണി കൊടുക്ക, നീ പറ എന്ത് പണി കൊടുക്കണ്ടേ? കുറച്ച് ലോ ക്ലാസ് ആണ്. അത് കറക്റ്റാ, നിനക്ക് പറ്റിയതാ. നീ എന്റെ വായി തന്നെ കേൾക്കും കേട്ടാ. ചുമ്മാ പറഞ്ഞ, നീ പറ. നീ ബാ പാടി. എടാ കാര്യം പറ. എടി വാടി. എടാ സഞ്ജു നിക്ക്. എടിയേ, എന്നോട് വഴക്കാണോടി? എടി, മധുമോക്ക് പോകാനുള്ള പൈസയൊക്കെ ഞാൻ തരാം. തരാന്ന് സത്യമായിട്ടും? പക്ഷെ നാളെ അമ്മ ലാസ്റ്റ് ഡേറ്റ് 25,000 രൂപ അടക്കേണ്ടത്. എടി നീ വിഷമിക്കണ്ട, ഞാൻ തരാന്ന് പറഞ്ഞില്ലേ നിന്നോട്? എന്നാ ഞാൻ മോളോട് അത് പറഞ്ഞിട്ട് വരട്ടെ. മോളോട് പറഞ്ഞോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ തന്നതായിട്ട് ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് ആ പ്രകാശൻ. അതെന്താ അമ്മയുടെ മോനല്ലേ? മോനൊക്കെ. പക്ഷേ അവൻ എന്നോട് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇത്തിരി പൈസ ആട്ടെ, ഇത്തിരി പൈസ ആട്ടെ എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം മേടിക്കാറുണ്ട്. അവനത് തിരിച്ചു തരുന്നില്ലെന്ന്. അല്ല, ഞാനൊരു 1000 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിനക്കെന്തിനാടി മക്കളെ 1000 രൂപ ഇപ്പം? എടി 1000 രൂപ നിനക്ക് എന്തിനാന്ന് ചോദിച്ചാൽ വായിതാക്കില്ലേ? അല്ലമ്മ, ഞാനില്ല ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ലിപ്സ്റ്റിക്കാ? ഏത് കളറാണ്? ഒരു മെറൂൺ കളർ വാങ്ങാന്ന് വിചാരിച്ചു. ഇതേതാ? അത് ന്യൂഡ് കളർ. ന്യൂഡാണോ? അന്ന് എനിക്ക് ഓർമ്മ പിടിച്ചു. ഹോ എടി കൊച്ചേ, ഇത് വായി വെച്ച് തിന്നാൻ ഒരു പുളിയാ മൊത്തത്തിൽ. വായി വെച്ചല്ലേടി നോക്കുന്ന നീ? ഇത് അതിനൊരു കുറവില്ലല്ലോ അമ്മേ, ഞാൻ ഇപ്പൊ നോക്കിയതല്ലേ. പിന്നെ കുറവില്ല, തിന്നു നോക്കാം, അങ്ങോട്ട് അറിയാം. എങ്ങനെയുണ്ട്? എന്താ അതിൽ മുന്തി നിൽക്കുന്നെന്ന് മനസ്സിലായല്ലോ. ആ ഒരു പച്ച വെളിച്ചെണ്ണ എല്ലാം താളിച്ചു കഴിഞ്ഞാൽ നന്നാവും. കെട്ടിയൊരുങ്ങി നിൽക്കാൻ മാത്രം അറിയാം, ഒരു സാധനം വെച്ച് വായിലേക്ക് വെക്കാൻ കൊള്ളും. നോട്ടം കണ്ടോ? എന്നിട്ട് ഞാൻ വെച്ചുണ്ടാക്കി തന്നെയല്ലേ അമ്മ കഴിക്കുന്നത്? അതൊക്കെ തരികയായിരിക്കാൻ പറ്റുമോ? 25,000 രൂപ തരൂലേ? ഉറപ്പല്ലേ? തരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ലിപ്സ്റ്റിക്കിന്റെ പൈസയും കൂടിയിട്ട് 26,000-27,000. 27? 1000 രൂപയുണ്ട് ഒരു ലിപ്സ്റ്റിക്കിന്. നിന്റെ എന്തുട്ട് കളറാ അത്? എന്ത് കളറാ പറഞ്ഞേ? ന്യൂഡ് കളർ. അത് എനിക്ക് മാത്രം മേടിച്ചാൽ നിനക്ക് വാങ്ങണ്ടെന്നാ പറഞ്ഞു. പിന്നെ ഇവിടെ കൊണ്ട് വെക്കടി, ഞാൻ ചന്തയിലേക്ക് വീഴട്ടായിരുന്നു. അത് ഞാൻ മാറ്റിത്തരാം, അതൊന്നും പ്രശ്നമില്ല, അതെല്ലാം ഞാൻ മാറ്റും. എന്തായി കഴിഞ്ഞാൽ 25,000 രൂപ തരൂലേ? 25,000 രൂപ പോ, നീ ഇറങ്ങി. മനുഷ്യനെ കിട്ടു. വാക്കുവാറല്ല? ഇല്ല. ഉറപ്പല്ലേ? ഞാൻ മധുവിനോട് പറഞ്ഞിട്ട് വരെ. ചെല്ല്, എളുപ്പം ചെല്ല്. പിന്നെ ലിപ്സ്റ്റിക് ഫ്ലിപ്കാർട്ടിൽ ഓർഡറും ചെയ്യാം. ഇപ്പൊ തരാൻ നിനക്ക് ലിപ്സ്റ്റിക് വാങ്ങാൻ 1000 രൂപ തിന്നാൻ പോയില്ലാത്ത സാധനം. ഇവിടെ ഒരുത്തി ഓർണമാണ് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. നോക്കടാ, ഇതിന്റെ അടി രാവിലെ അവർ ഇത്ര അടി ഉണ്ടാകാൻ കാരണം അവിടെ ഒറ്റ ഒരു എന്ത് ബഹളായിരുന്നു ഇവിടെ.
നീ കണ്ടില്ലല്ലോ അടുക്കളയിലെ ബഹളം, ഞാനല്ലേ പോയി കേട്ടത് മൊത്തം. ആ ഞാൻ കണ്ടില്ല. കിട്ടി 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 കിട്ടി. കിട്ടി 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 ഇതല്ലേ? ഡേടാ എന്താടാ അത്? എന്റെ പാസ്പോർട്ട് അല്ലേ? ആ? എന്തിനാ നിനക്ക് എന്റെ പാസ്പോർട്ട്? മാറ്റി വെക്കാൻ. നീ എന്റെ പാസ്പോർട്ട് മാറ്റി വെക്കാറ്? ചേച്ചി വെറുതെ എന്നെ തൊട്ടാണ്ടല്ലോ ഇങ്ങനെ. ആ അതോടും Don't പാസ്പോർട്ട് മാറ്റി touch my വെക്കാൻ. sister. എടാ എന്റെ പാസ്പോർട്ട് തന്നാടാ. എന്തിന്? നീ എന്തിനാ എന്റെ പാസ്പോർട്ട് ഒളിപ്പിച്ചു തന്നാടാ? ഒന്ന് നോക്കിയാൽ ഇപ്പൊ എന്താ ഒളിപ്പിച്ചൊന്നും വെച്ചില്ലല്ലോ. എന്റെ ബനിയൻ പറ്റി, എന്റെ ബനിയൻ പറ്റി. എന്നാ അമ്മ ഇവരെന്റെ പാസ്പോർട്ട് ഒളിപ്പിച്ചു വെച്ചു. നോക്കട്ടെ. ചുമ്മാ നോക്കണം എടുത്തു. ആ അത്ര നോക്കിയാ മതി, ഞാൻ നോക്കിക്കോളാം. എന്തിനാടാ ഇങ്ങനെയല്ല, ഒരാളെങ്ങ് പോയി രക്ഷപ്പെടട്ടടാ. അമ്മയുടെ മൂത്ത മോക്ക് മാത്രം രക്ഷപ്പെട്ടാൽ മതി, ഞങ്ങൾക്ക് ആർക്ക് രക്ഷപ്പെടണ്ടേ? അതെ, അപ്പൊ ഞാൻ ഇവിടെ ചുമ്മാ പനവളം എനിക്ക് രക്ഷപ്പെടും. കള്ളക്കരച്ചിൽ നോക്കിയേ. എടാ ആദ്യം ഒരാൾ രക്ഷപ്പെടട്ടെ, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് രണ്ടാക്കും രക്ഷപ്പെടാം. ശരി ആയിക്കോട്ടെ, ചേച്ചി രക്ഷപ്പെടട്ടെ. പക്ഷെ ഈ ചേച്ചിയുടെ ഷോ ഉണ്ടല്ലോ ഇത്ര ജാട, അതാണ് സഹിക്കാൻ പറ്റും. ഒടുക്കത്തെ അഹങ്കാരം രാവിലെ തൊട്ട്. ആണോടി? അസൂയാണ്, അസൂയ അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇനി നിങ്ങൾ എന്ത് അടി കൂടിയിട്ടും കാര്യമില്ല, മധു യുകെയിൽ പോകും. എന്നോട് പൈസ റെഡി ആയിടി. നീ അമ്മ അങ്ങോട്ട് കൊല്ലും, മാറി നിൽക്ക്. ഇത്ര പെട്ടെന്ന് അടങ്ങിയിരി. ഇത്ര പെട്ടെന്ന് പൈസയൊക്കെ എവിടെ നിന്ന് ഇത്ര റെഡി ആയി? ആ അതെല്ലാം ഞാൻ റെഡിയാക്കി. അമ്മയുടെ വളയൊക്കെ എവിടെ? വള പൊട്ടിപ്പോയി, അതല്ല മരയിൽ. അമ്മ എവിടുന്ന അമ്മ ഇത്ര പൈസ? അത് റെഡിയാക്കിയിടാ ഞാൻ. ചക്കൻ എന്തെല്ലാം അറിയേണ്ടത്? അല്ല ഞങ്ങളടുത്ത് പറഞ്ഞു എന്താ ആ കുഴപ്പം? അത് പറയാൻ എനിക്ക് ഉദ്ദേശമില്ല. എന്തേ എന്നാ എനിക്കറിയാം ഇപ്പൊ ഒരു ആവശ്യം വന്നാൽ അമ്മ എന്തോ ചെയ്യും. ആദ്യം ഞാൻ യു കെ പോട്ടെ. അടുക്ക്. നീ യുകെയിൽ പോയി ജോലിയെല്ലാം എടുത്ത് ശമ്പളം എല്ലാം വാങ്ങിയാൽ ഇവർക്ക് രണ്ടാക്കും പോക്കറ്റ് മണിയെല്ലാം അയച്ചു കൊടുക്കണം. ഇതുപോലെ കുശുമ്പെടുത്താൽ അടിച്ചു കൊടുക്കൂല. ഞങ്ങൾക്ക് നല്ല ആദ്യം ഇവള് രക്ഷപ്പെടട്ടെ. ഫസ്റ്റ്, സെക്കൻഡ് നീ, തേർഡ് ഇവൻ. ഇത് പാർഷ്യാലിറ്റിയാ. എടി ഒരു പഴഞ്ഞ അച്ഛൻ ഇടയ്ക്ക് പറയൂട്ടെ, മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത്. അതാണ് ഓക്കെ. അതെനിക്ക് കംപ്ലൈന്റ് വാങ്ങാൻ കഴിയില്ല. അടോക്കെ ഇങ്ങനെ ചാടാൻ പാടണ്ടാ. അത് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനല്ലേ? പൈസ അതാ പറഞ്ഞ ഈ പൈസ ഒക്കെ എവിടെ കൊണ്ട് പാത്രത്തേക്കും ഞാൻ ചോദിക്കും ഇല്ലല്ലേ പൈസ ഒന്നും. കുശുമ്പ അമ്മ, രണ്ടിനും കുശുമ്പ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ നിന്നെല്ലാം പഠിപ്പിച്ചിട്ട് എത്ര പൈസ കളഞ്ഞടാ. ഞാൻ യു കെ പോട്ടെ. ഒന്നും വാങ്ങിച്ചില്ല. കണ്ട പറഞ്ഞത് കണക്ക് പറയുന്നു. നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. എടി, എന്നോട് നല്ല ഡ്രസ് എല്ലാം മേടിക്കാനുണ്ട്. എന്റെ ഈ മുഖത്ത് നോക്കി കണക്ക് പറയുന്നു. എന്റെ ഈ മുഖത്ത് നോക്കി കണക്ക് പറയുന്നു. അളിഞ്ഞ മോന്ത അമ്മ എനിക്ക് ഉടുപ്പടിച്ചെന്നെ. ഉടുപ്പെല്ലാം വാങ്ങാം. ഇത്രയുള്ള സവസരം അടിച്ചോ. സൗസർ പറ്റൂല അല്ലെ? സൗസർ ഇടാം. കണക്ക് ഇടാൻ നല്ല ഭംഗിയായിരിക്കും. ട്രൗസർ അല്ല ട്രൗസർ. അത് ട്രൗസർ തന്നെ. അതന്നെ അത് പറ്റൂല. അത് നമുക്ക് വേണ്ട. അത് നമ്മളെ ഇതിന് ചേരൂല. അത് വേണ്ട മോളെ. എല്ലാത്തും ഉടുപ്പല്ലേ. അമ്മേനെ ഞാൻ യു കെ കൊണ്ടുപോകും. അവിടെ നമുക്ക് പിന്നെ കല്യാണ പ്രായത്തിന്റെ എന്തൊക്കെ ഞാനൊരു ഈ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് വന്നല്ലേ, കല്യാണ പ്രായം കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്തൊക്കെയോ വിഷയങ്ങൾ എന്നൊക്കെ ആ പറഞ്ഞു. ഞാൻ ഞാൻ കല്യാണം കഴിക്കണം. നീ എന്റെ മോക്ക് അത്രക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോടാ. പിന്നെ അമ്മേനെ ഇവിടെ നടി ഉണ്ടാക്കി ഇവിടെ കെട്ടിച്ചുടണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു യു കെ കയറി വന്നു. അത് എല്ലാ അമ്മമാർക്കും ആ ഒരു ഫീലിങ്സ് വരും, മക്കള് കുറച്ചിങ്ങനെ വലുതാവുമ്പോ. അത്രേ ഉള്ളൂ. അമ്മ ഞാൻ ഒരു കാര്യം പറയാം. ഈ ചേച്ചിയാണ് യു കെക്ക് പോയാ വല്ല സായിപ്പിനെയാണ് കെട്ടൂട്ടോ. അതിനെന്താ നല്ലല്ലേ? സായിപ്പിനെല്ലാം കിട്ടിയാലല്ലേ? അങ്ങനെയൊന്നല്ല. നമ്മളെ നാട്ടിലൊരു സായിപ്പ് വരുമ്പോ എന്ത് നല്ല രസമായിരിക്കും. ആൾക്കാരെല്ലാം കാണാൻ മുറ്റത്തിങ്ങനെ നിൽക്കും. നമ്മുടെ കൾച്ചർ അല്ല, നമുക്ക് മലയാളീസ് ആണ് നല്ലത്. അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാരെല്ലാം അങ്ങനെ. എന്റെ ഫ്രണ്ടെല്ലാം മുമ്പ് ഒരു ഒരു തേപ്പിന്റെ ക്ഷീണം അങ്ങോട്ട് മാറിയോടെ നിനക്ക് നാണോടി വരല്ല അവനെ ഇട്ടിട്ട് പോയത്. എടാ ഇനി എന്ത് അടി കൂടിയിട്ടും കാര്യമില്ല. മധു യു കെയിൽ പോവടാ. ഇത്രയുള്ള കളിസം ഞാനിവിടെ അമ്മ വെറുതെ പറഞ്ഞു. അങ്ങനത്തെ ഒന്നും ഇട്ടൂടാ മക്കളെ. വേണ്ട വേണ്ട. അവർ ഇത്ര മുട്ടിന്റെ കുറച്ച് തായല് അതാ അമ്മ സമ്മതിക്കും. പാന്റ് ഇട്ടോളാം ഞാൻ. അതിന് പാന്റ് എന്നാ പറയല്? പിന്നെ അല്ലാണ്ട് സൗസർ എന്ന് പറയുന്നത് ഇത് ഇത്ര ഇത്ര മതി. അച്ഛനെ പറയിപ്പിക്കരുത്. ഇത്ര അമ്മ അച്ഛൻ കാണണ്ട. ഞാൻ അമ്മയ്ക്ക് മാത്രം ഫോട്ടോ എടുത്ത് അയച്ചുതരാം. അത് നമുക്ക് റൂമില് രാത്രി ഉറങ്ങുമല്ലോ കേട്ടോ. പുറത്തു പോകുമ്പോ രണ്ടാ മക്കളെ. റൂമിൽ ആര് കാണാനാ? അമ്മ നമുക്ക് യു കെ പോകുമ്പോ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ? അമ്മേനെ ഞാൻ കൊണ്ടുപോവാം. ഓക്കെ ആണോ? ശരിയല്ലേ? എന്നൊരു ഇത്ര ഉള്ളതേ. അമ്മ അതൊന്നും നോക്കണ്ട. നമുക്ക് പർച്ചേസിന് പോകുന്നതാണ്. അമ്മാ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ ചേർന്ന് നിന്നാട്ടേ. അമ്മാ എവിടെ പോയി കിടക്ക്? നീയാണോ അമ്മ? ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്ത് കാര്യം? നിങ്ങൾ കല്യാണത്തിന് പോയി തിരിച്ചു വരുമ്പേ ആ ഏജൻസിയിൽ ഒന്ന് കയറണം. സൗകര്യപ്പെടുകയില്ല. സൗകര്യമില്ല. ഈ ഡോക്യുമെന്റ്സ് അവിടെ കൊടുത്തിട്ട് പൈസ അടക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛന്റെ മോളല്ലേ, ഒന്ന് ശരിയാക്കിട്ടോ.
എന്തോ ഓട്ടെ ചെയ്യാം, അതിനകത്തോട്ട് പോയി. ആ പൈസയും വെക്കുന്നുണ്ടേ. പൈസ ഇങ്ങ് തന്നേക്ക്. ആ പൈസ വേണ്ട 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 വേണ്ട, കയ്യിൽ വെക്കുന്നില്ല, ഞാൻ കവറിൽ വെച്ചോളാം. എടീ, അമ്മ എവിടെ? ആ അച്ഛമ്മേന്റെ ചെരുപ്പ് കിട്ടിയാ? ആർക്കറിയാം. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു നീ പോകുന്ന കൂട്ടത്തിൽ ഞാനും വരുന്നുണ്ടെന്ന്. ഇനി നിങ്ങളാരും ഒന്നും പറയാൻ നിൽക്കണ്ട. ഇനി അതിന്റെ പേരിൽ ബലു ഒന്ന് കുറച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട. അമ്മ ഇപ്പൊ വരും. എന്തേ നിനക്ക് എന്തൊരു സന്തോഷം അത് പറഞ്ഞപ്പോ? ഇപ്പൊ വരും, കണ്ടോ. ഇവിടെ എന്തോ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടാ. അമ്മ ഞാൻ തന്നെ എടുത്തിട്ടോളാം, നീ ഒന്ന് പിടിക്കട്ടെ. ആ അതാണ് ഗതി. പോകുന്നില്ലല്ലോ. അമ്മ പിടിക്ക്. മോതിരം. ഈ ചെരുപ്പ് എവിടുന്ന് കിട്ടി അച്ഛമ്മ? ഈ ചെരുപ്പ് എവിടുന്ന് കിട്ടി? ഇതിനെന്താണ് ഈ ചെരുപ്പിന് കുഴപ്പം? ഈ ചെരുപ്പിട്ട് അച്ഛമ്മക്ക് നടക്കാൻ പോലും പറ്റില്ല. നടക്കാനല്ല, ഞാൻ ഓടി കാണിച്ചിട്ടെ. കണ്ട് ഇപ്പൊ തലേം തല്ലി വീഴുന്ന ഞങ്ങൾ അത് ഇവിടെ തട്ടിട്ടാളാ. അമ്മ അമ്മ രണ്ടടി ഒന്ന് നടന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. വൗ, അടിപൊളി. ഫാഷൻ ഷോട്ട് പിള്ളേര് നടക്കുന്ന പോലെ ഉണ്ട്. നീ അമ്മയെ കൊണ്ട് ഈ വേഷം എല്ലാം കിട്ടിച്ചല്ലേ? അല്ല ഒരിക്കലും ഞാൻ, പക്ഷെ ചെരുപ്പിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. നല്ല ഭംഗിയുണ്ട്, പാടത്ത് കോലം വെച്ച പോലെ. അല്ല ഇതിപ്പോ എവിടുന്ന് കിട്ടി? ആ അതെ, നിന്റെ സരിതാപ്പച്ചിയുടെ മോളുണ്ടല്ലോ, അത് ഇന്നാൾ ഇവിടെ വന്നപ്പോ അവള് ഊരിയിട്ടച്ച് പോയതാ. നന്നായി. എങ്ങനെയുണ്ട്? ഇത് ഇട്ടോണ്ട് പോണേലും ഭേദം അച്ഛമ്മ പോവാണ്ടിരിക്കണതാ. കറക്റ്റ്. അയ്യോ എന്താടാ ഈ ചെരുപ്പിന് കുഴപ്പം? അമ്മ ഈ ചെരുപ്പിട്ട് തന്നെ പോയാ മതി. അമ്മ കല്യാണത്തിന് അമ്മയായിരിക്കും താരം. ആ അമ്മ തന്നെ ആയിരിക്കും താരം. ഇതുപോലെ വിഡ്ഢിവേഷം കിട്ടിയ വേറെ ആരും ഉണ്ടാവില്ല. നിന്റെ കുശുമ്പാടാ ഞാൻ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നതില്. ആ എന്തോ ആവട്ടെ, വണ്ടിയിലോട്ട് കയറി നമുക്ക് പോവാം. മാറിക്കടി. പൈസ ഇതിനകത്ത് കാണുന്നില്ലല്ലോ. പൈസ അതിന് വെച്ചിട്ടുണ്ട്. ആ ഉണ്ട് 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 ഉണ്ട്. ആടോ ഇതേ ഇത് സരിതപ്പിച്ചിന്റെ മോളുടെ ചെരുപ്പൊന്നല്ല കേട്ടാ, പുത്തൻ ചെരുപ്പാ. അതെങ്ങനെയാ എനിക്കറിയുന്നേ? അത് കണ്ടറിഞ്ഞൂടെ? എന്തോ ഓൺലൈനിന്ന് ബുക്ക് ചെയ്തതാണ്. ഡേഡി നീ അമ്മേനെ അധികം അങ്ങ് കുറ്റം പറയണ്ട. അല്ല എന്നാലും അച്ഛമ്മ എങ്ങനെ ഓൺലൈനിന്ന് ബുക്ക് ചെയ്യാനൊക്കെ പഠിച്ചേ? നിന്നെ കാട്ടി കുറെ ഓണം എന്റെ അമ്മ ഉണ്ടതാ ഡയലോഗ്. ഇപ്പൊ എന്താ അമ്മായിമ്മോട് ഇത്ര സ്നേഹം? എടാ സഞ്ജു, എത്ര നേരായിടാ ഇവര് പോയിട്ട്? ഫോണ് വിളിച്ചിട്ടും എടുക്കുന്നില്ലടാ. ഞാനൊരു ബലമായ സംശയം പറയട്ടെ, അച്ഛനല്ലേ കൂടെ പോയിക്കുന്നേ? അച്ഛനെ പൈസ കൊണ്ട് മുങ്ങി കാണോ? അപ്പൊ അച്ഛമ്മയോ? അച്ഛമ്മനെ ആ വഴിയെല്ലാം കൊണ്ട് തള്ളി കാണും. മിണ്ടാതിരിക്കടാ, അതാണ് വരുന്ന. ആ തുറന്നേ. അയ്യോ അമ്മക്കെന്നാ പറ്റിയത്? പറയാം. പതുക്കെ മാറിക്കേടാ മക്കളെ. ആ പിടിച്ചിറക്കി. എന്നാ പറ്റിയേ? നീയല്ലേ കെട്ടി എഴുന്നള്ളിച്ച് ചെരുപ്പം കൊടുത്തു വിട്ടത്? അതേന്ന് പടക്കമെന്ന് പറഞ്ഞ് വീണു അമ്മ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. എന്നിട്ട് മുഴുവൻ തുന്നലും ഒക്കെ ആയിട്ട് കിടക്കുക. അടിപൊളി. എന്നിട്ട് നിങ്ങൾ എന്താ എന്നേരം തന്നെ എന്നെ വിളിച്ചു പറയാഞ്ഞേ? എടി ഇത് ഒരു കുടം ചോരയായി മൂക്കിൽ നിന്ന് ഇറങ്ങിയത്. ഇത് കണ്ട് എന്റെ ബോധം പോയി. അവസാനം അമ്മയ്ക്ക് ബോധം വീണ് കഴിഞ്ഞിട്ടാ എനിക്ക് ബോധം വീണത്. പിന്നെ അങ്ങനെ വിളിക്കാനാ? നടന്നേ. സർട്ടിഫിക്കറ്റ് അച്ഛന്റെ മിണ്ടരുത്. ആ ക്യാഷോ? ആ നിനക്ക് കാശാണല്ലോ പ്രധാനം. ക്യാഷായി കാണുന്നത്. പൈസ മുഴുവൻ ഹോസ്പിറ്റൽ എന്തോടെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അത് പൈസ ആശുപത്രിയിൽ പോയി. നേരെ മക്കളെ ആ ചെരുപ്പിങ് എടുത്തോണ്ട് വണ്ടിക്കകത്ത് മരുന്നെല്ലാം എടുക്കണേ. അമ്മ അധികം ഒന്നും പറയണ്ടമ്മേ. നടക്ക് അമ്മ അങ്ങോട്ട് നടന്നു. ഞാൻ പറഞ്ഞതാ ചെരുപ്പിട്ടിട്ട് പോവണ്ടെന്ന്. അച്ഛമ്മക്ക് ഇങ്ങനെ പറ്റിയിരിക്കുമ്പോഴാണ് ചേച്ചിയുടെ UK പോക്കിന്റെ കാര്യം. എന്തൊരു ദുഷ്ടി ഇവള്.
കയറിപ്പോടാ. ഇവിടെ ഉണ്ട്. അലച്ചിയിൽ വീണ്ടും ചെരുപ്പ് പറക്കാറായില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഇത് ഇടണ്ടെന്ന്, ഇവളല്ലേ പറഞ്ഞത് അന്നേരം. ആ നിങ്ങൾ അന്നേരം അമ്മായിമ്മ അതിനുള്ളിൽ തുന്നിതൊക്കെ തെറിച്ചു വീഴും. ജ്യൂസ് എടുക്കട്ടെ, കുറച്ച് കുടിക്കാ ജ്യൂസ്. അമ്മേ അമ്മേ ജ്യൂസ് കുടിക്കാം. ഞാൻ കോരിത്തരാം. ഞാൻ കോരിത്തരാം. 2 പ്രാവശ്യം കുടിക്കാം. മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ? അയ്യോ ഇല്ല 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 ഇല്ല, 2 വട്ടം കൂടി. ഒരു പ്രാവശ്യം. മതി മതി മതി. ബാക്കി കുറച്ചും കൂടി. ഷെൽഫാ എന്നാ തുറക്കാനോ? ഇനി എന്താ വേണ്ടമ്മേ? പൈസ മധുവിന് കൊടുക്കാനോ? ഏജൻസിയിൽ അടക്കാനോ? അപ്പൊ അമ്മയുടെ അടുത്ത് വേറെ പൈസ ഉണ്ടായിരുന്നോ തരാൻ? കൊണ്ട് കൊടുത്തോടി. അല്ല, ഹോസ്പിറ്റലിൽ 25,000 ഫുള്ള് ചെലവായി. നീ ഒന്ന് പൈസയൊക്കെ വഴിയും പോകും, നീ കൊണ്ട് കൊടു. അത് ഇത് ഞാൻ മോക്ക് കൊടുത്തിട്ട് വരാം. മുഴുവനാക്കി കൊടുത്തേക്കണം കേട്ടോ. മധു, മധുവേ വാടാ പോവാം. പോയിട്ട് വാടാ. എന്തിനാ ഞാൻ തന്നെ എഴുന്നള്ളി പോകുന്നു ഇവരുടെ ഈ കാര്യത്തിനല്ലേ? എനിക്കല്ലേടാ അവളെ ചാൻസ് കൊടുക്കാൻ ഇത്ര ഉഷാറുണ്ടായത്. അപ്പൊ നീ തന്നെ പോണം. എന്നിട്ട് എന്റെ മോയെ അവള് പൈസ അടക്കുന്നത് കണ്ണോട്ട് ഇങ്ങനെ കാണണം. പോയിട്ട് വാ. എവിടെ പോകും? വിസാന്റെ കാര്യം ശരിയാക്കാൻ. പൈസ എവിടെ നിന്ന് കിട്ടി? അമ്മ തന്നു. എവിടെ? അതൊക്കെ ഞാൻ കൊടുത്തു. എന്തോന്നാ പറഞ്ഞ വൈകുന്നേരം അമ്മയോടെ ഈ പൈസ ഇല്ലെന്ന് ഇപ്പൊ കണ്ടില്ലേ പൈസ? വരുമ്പോ 2 പപ്സും മേടിച്ചോ പുണ്ണിക്ക്. എന്റെ പൈസ ഒന്നുമില്ല. ഞാൻ മേടിക്കാം. സൂക്ഷിച്ചിട്ടെല്ലാം പോയി വരണേ. എവിടുന്ന പൈസ? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? അതൊക്കെ ഞാൻ കൊടുത്തു. മാനത്ത് വനജോത്സ്ന നരകുവാൻ വന്നപ്പോൾ കാമലേഖനമെഴുതുമ്പോൾ നീലത്താമര കരിവണ്ട് മൂഴളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ. ശാരദ സന്ധ്യകൾ മരപുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ഞാനും കൂടെ സഹായിക്കട്ടെ തന്നെ? വേണ്ട. എന്തേ വേണ്ടാത്തോണ്ട്? ഈ ഒരു സംഭവമാണ്. അടിപൊളിയല്ലേ? എവിടുന്നാ നീ ഇത്രയും പൈസ നീ ഉണ്ടാക്കിയത്? അത് മനസ്സിലായിട്ടില്ല. എനിക്കൊരു അത്ഭുത വിളക്ക് കിട്ടി. എന്നിട്ട് തരൂ ഭൂതമേ 25,000 എന്ന് പറയുമ്പോൾ അത് കൊണ്ടുതരും.
ആ ഭൂതത്തിൻ്റെ കരേ അടുത്ത പ്രാവശ്യം എൻ്റെ ഭർത്താവിന് കൊടുക്കണം ഭൂതമേ, ഒരു 25,000 രൂപയുടെ തരാൻ പറഞ്ഞാൽ തരുമോ? കള്ളന്മാർക്ക് പ്രത്യേകിച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂതത്തിന് എന്നെ ഇഷ്ടമായിരിക്കും കേട്ടോ, നിനക്ക് വെറുതെ തോന്നുന്നതാ അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് കഴിക്കാനല്ല കട്ട് ചെയ്തിടുന്നത്, പിന്നെ ആർക്ക് കഴിക്കാനാടി? കറി വെക്കാൻ വേണ്ടിട്ടോ. കറി വെച്ചാലും ഞാൻ തന്നെയല്ലേ കഴിക്കേണ്ടത്. ഇപ്പൊ എന്ത് പറയാനാ ഇങ്ങോട്ട് വന്നേ? ഒന്നുമില്ല, നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി, നീ അതിന് സമ്മതിക്കുന്നില്ല. തിന്ന് തീർത്തോളൂ. അപ്പൊ ഈ പണം എവിടെ നിന്നാ കിട്ടിയെന്ന് നീ പറയത്തില്ല? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ് തന്നെ. എന്നാ പിന്നെ നാളെ തൊട്ട് ചിട്ടിയും പത്തോന്നൊക്കെ പറഞ്ഞ് നീ വാടി കാണിച്ചു തരാടി നിന്നെ. ആ കാണിച്ചാ നിന്നെ അരച്ച് മുളക് തേച്ചിട്ടുള്ള നിന്നെ കാണിച്ചു തരാടി നിന്നെ. എന്നാടി കത്തി എടുക്കുന്നത്? കുത്താൻ എനിക്കറിയായിട്ടൊന്നല്ല. കുത്തരീന്നാ നീ അതിന്റെ കൂടെ കുറവാണടി. ഇങ്ങോട്ട് വന്നേ. എന്തിന്? ഇവിടെ വാ. ഇതെടുത്തിട്ട് അവിടെ വെച്ച അവിടെയല്ലേ ഉണ്ടായേ? വെച്ചിട്ട് പോയാൽ മതി.